ബോയ്സ് ഗേൾ ഭാഗം 33 തുടരുന്നു. മിയയും കൃഷും വേഗം തന്നെ ഹോസ്പിറ്റലിന്റെ ഉള്ളിലേക്ക് ചെന്നു. അവിടെ ചെന്ന് ആ വ്യക്തിയെ പറ്റി അന്വേഷിച്ചു. എന്നാൽ അവരിൽ നിന്ന് അവൻ പോയി എന്ന അറിവാണ് അവർ ഇരുവർക്കും ലഭിച്ചത്. നിരാശയോടെ അവർ തിരികെ തങ്ങളുടെ ബൈക്കിനടുത്തെത്തി. അയാൾ എന്ത് കരുതി കാണും? ഇടാ, നീ പേരെങ്കിലും ചോദിച്ചു. എന്നോട് പറഞ്ഞെന്ന്, പക്ഷെ ഞാൻ മറന്നു. നിങ്ങൾ വല്ലായ്മയോടെ പറഞ്ഞു. പേര്? അയ്യോ, ഞാൻ ചോദിച്ചില്ലടാ. കൊള്ളാം, ഒരു താങ്ക്സ് പോലും പറയാൻ കഴിഞ്ഞില്ലല്ലോ. നീ വിഷമിക്കാതെ നീയാ. കക്ഷി നമ്മുടെ കോളേജിലല്ലേ പഠിക്കുന്നേ. നാളെ പോകുമ്പോ പറഞ്ഞാ പോരെ. എന്നാലും മോശമായിപ്പോയി. സാരമില്ല, നീ കേറിക്കേ, വാ. ഇരുവരും അവന്റെ വീട്ടിലേക്ക് പോകുമ്പോഴും മിയയുടെ ഉള്ളിൽ ആ മുഖം മായാതെ കിടന്നു. അവൾ പറയാതെ അവളുടെ മനസ്സറിഞ്ഞ് കാര്യങ്ങൾ ചെയ്തതിന് ഒരു താങ്ക്സ് പോലും കേൾക്കാൻ നിൽക്കാതെ പോയതിന് എല്ലാം. ഇരുവരും വീട്ടിൽ ചെന്ന് ഭക്ഷണം കഴിച്ച് കിടക്കുമ്പോഴും മിയയുടെ ഉള്ളിൽ ആ മുഖം നിറഞ്ഞു നിന്നിരുന്നു. രാവിലെ കോളേജിൽ പോകാൻ എഴുന്നേൽക്കുമ്പോഴാണ് കൃഷ നഗ്നസത്യം മനസ്സിലാക്കിയത്. തന്നെ കൊണ്ട് എഴുന്നേക്കാൻ പോയിട്ട് ഒന്ന് അനങ്ങാൻ പോലും കഴിയുന്നില്ല എന്ന്. തലേന്ന് വീണതിന്റെ വേദന മുഴുവൻ ഒറ്റയടിക്ക് ലഭിച്ചതുപോലെയായിരുന്നു അവന്റെ ഇപ്പോഴത്തെ അവസ്ഥ. അവന്റെ അവസ്ഥ കണ്ട് നീ കോളേജിൽ പോകാതിരിക്കാൻ ശ്രമിച്ചുവെങ്കിലും കൃഷ് അവളെ അതിന് സമ്മതിക്കാതെ തള്ളിവിട്ടു. കൃഷിനോട് പോകുന്നില്ല എന്ന് പറഞ്ഞിരുന്നുവെങ്കിലും അവളും ആഗ്രഹിച്ചിരുന്നു ഇന്നലെ കണ്ടേ വ്യക്തി ഒന്നുകൂടെ കാണും. അയാളൊന്നും മിണ്ടാൻ, ഒരു നന്ദി പറയാൻ. കൃഷിനോട് യാത്ര പറഞ്ഞ് അവൾ തന്റെ കോളേജിലേക്ക് പോയി. കോളേജ് കവാടത്തിനെത്തി. ഇന്ത്യയിൽ തന്നെ ലീഡിംഗ് ആയ മെഡിക്കൽ കോളേജ് GMC മുംബൈയിലാണ് അവർ പഠിക്കുന്നത്. നിറയെ കുട്ടികൾ അവിടെ ഓരോ വർഷവും പഠിച്ചിറങ്ങുന്നുണ്ട്. കുറെ കുട്ടികൾ ഉള്ളതിനാൽ പല സെക്ഷനുണ്ട്. അതിനാൽ തന്നെ എല്ലാവരെയും പരിചയപ്പെടാൻ കഴിയില്ല. പക്ഷെ ഇന്നലെ ആ വ്യക്തിയെ കണ്ടപ്പോൾ തന്നെ മനസ്സിലാക്കിയിരുന്നു തങ്ങൾ പഠിക്കുന്ന കോളേജ് ഹീറോയാണ് ഈ കക്ഷിയെന്ന്. തങ്ങൾ അതൊന്നും ശ്രദ്ധിക്കാത്തതിനാൽ കക്ഷിക്ക് പേര് ഓർത്തു വെച്ചില്ല. കാണുമ്പോൾ ഒന്ന് നോക്കും, അതിൽ കൂടുതലില്ലാതെ ഒന്നും ചിന്തിക്കാറില്ലായിരുന്നു ഇന്നലെ വരെ. ആലോചിച്ചുകൊണ്ട് അവൾ അവന്റെ ഡിപ്പാർട്ട്മെന്റിന്റെ അടുത്തേക്ക് ചെന്നു. ദൂരെ നിന്ന് അവൾ കണ്ടിരുന്നു കൂട്ടുകാരുമായി സംസാരിച്ചു നിൽക്കുന്ന ആ കക്ഷിയെ. അവൾ കുറച്ച് പതർച്ചയോടെ അവന്റെ അരികിലേക്ക് ചെന്നു. സുന്ദരിയായ ഒരു പെൺകുട്ടി അവർക്ക് അരികിലേക്ക് വരുന്നത് കണ്ട് അവന്റെ കൂടെ നിന്നവർ അത്ഭുതത്തോടെ നോക്കുന്നുണ്ടായിരുന്നു. അവൾ അവന്റെ നേരെ മുന്നിലായി ചെന്ന് നിന്നു. എന്നിട്ട് ചെറുതായി പുഞ്ചിരിച്ചു. ഞാൻ ഇന്നലെ ഞങ്ങളെയല്ലേ മനസ്സിലായിടോ? ഇവിടെ കക്ഷി കണ്ടില്ലല്ലോ. അവൾ പതറി മറുപടി പറയുന്നത് നൽകി. കൃഷി ചിരിയോട് പറഞ്ഞു. അവൻ അവൾക്ക് അരികിലേക്ക് വന്ന് കാര്യങ്ങൾ തിരക്കി. അത് രാവിലെ എഴുന്നേറ്റപ്പോൾ നല്ല പെയിൻ. ഉണ്ട്, അതുകൊണ്ട് വന്നില്ല. ഓ, അതെനിക്ക് തോന്നിയിരുന്നു. ഇന്ന് നല്ല വേദന കാണുന്നുണ്ട്. ഓ, ഞാൻ വന്നതൊരു താങ്ക്സ് പറയാൻ വേണ്ടിയാണ്.